ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ദമാക്ക് അതിൻ്റെ ഒരു പുതിയ ലോഞ്ച് വരുന്നുണ്ട്. ഫേസ് 2 ബെഡ്റൂം ടൗൺ ഹൗസ്, 5 ബെഡ്റൂം ടൗൺ ഹൗസ്, അതുപോലെ തന്നെ 6 ബെഡ്റൂം 7 ബെഡ്റൂം വില്ലാസ്, ഇങ്ങനെയാണ് കാറ്റഗറീസ് ആയിട്ട് വരുന്നത്. ദുബായ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മെയിൻ കാര്യം. ദമാക്കിന് ടോട്ടൽ 4 മാസ്റ്റർ കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്ന് ദമാക്ക് ഹിൽസ് 1, ദമാക്ക് ഹിൽസ് 2, ദമാക്ക് ലഗൂൺസ്, പിന്നെ ദമാക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ലോഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഒരു ഫേസ് 2 ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ദുബായിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ദുബായ് ലൈനിൽ വളരെ ലെസ്സിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് ദമാക്ക് അതിൻ്റെ ഫേസ് 1 ലോഞ്ച് സമയത്ത് 2.25 മില്യൺ ദിർഹംസാണ് അന്ന് ലോഞ്ച് ചെയ്ത പ്രൈസ്. അത് ഇപ്പോഴത്തെ ലോഞ്ച് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2.75 മില്യൺ ദിർഹംസാണ്. വിച്ച് മീൻസ് ഒരു 700,000 പ്രോഫിറ്റ് ഓൾറെഡി അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഫേസ് 1 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് നേടിയിട്ടുണ്ട്. ദുബായ് സംബന്ധിച്ചിടത്തോളം ദുബായ് ലാൻഡിൽ വളരെ ലെസ് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് ദമാക്ക് ഈ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് കൊണ്ടുവരുന്നത്. ഇതുപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എപ്പോഴും വരണമെന്നില്ല. അതുപോലെ തന്നെ ദുബായിൽ നിങ്ങൾക്ക് ഏതൊരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 ബെഡ്റൂം ടൗൺ ഹൗസിൽ എൻട്രി ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഇനി മറ്റുള്ള അപേക്ഷിച്ച് ഡെവലപ്പർ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 4 to 6 മില്യൺ ദിർഹംസ് മിനിമം കൊടുക്കണം. അതേ സംബന്ധിച്ച് നമുക്കൊരു അഫോർഡബിൾ സെഗ്മെൻറ്റ് 2.75 മില്യൺ ദിർഹംസിന് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് ഇവിടെ എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ദമാക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ദമാക്ക് ലഗൂൺസ് 2021 ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, കോവിഡ് പാൻഡമിക്കിന് ശേഷം 2021 ദമാക്ക് ലഗൂൺസ് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.3 to 1.5 മില്യൺ ദിർഹംസാണ് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിന് അന്ന് ലോഞ്ച് പ്രൈസ്. ഇപ്പോഴത്തെ ഇൻവെസ്റ്റർ അതിപ്പോൾ ട്രേഡ് ഓഫ് ചെയ്യുന്ന പറഞ്ഞാൽ 2.6 to 2.8 മില്യൺ ദിർഹംസാണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ 100,000 മുകളിൽ പ്രോഫിറ്റാണ് അന്ന് നേടിയ ഇൻവെസ്റ്റർ. അതും ഫുൾ എമൗണ്ട് അടച്ചില്ല. പേയ്മെൻറ്റ് പ്ലാൻ വെറും 70% മാത്രമാണ് അന്ന് അടച്ചത്. അതായത് 1.5 മില്യൻ്റെ 70% മാത്രം അടച്ചിട്ട് ബാക്കി പുള്ളി 30% അപ്രിസിയേഷനോടുകൂടിയാണ് പുള്ളി റീസെയിൽ ചെയ്തത്. ഇതാണ് പറയുന്നത്. ദുബായിൽ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതൊരു ലോഞ്ച് ടൗൺ ഹൗസോ വില്ലാസിൻ്റെ ഏതൊരു ലോഞ്ച് എടുത്താലും വിത്തിൻ ഹവേഴ്സോ 1 ഡേയിലോ സോൾഡ് ഔട്ട് ആയിരിക്കും. നമ്മുടെ ദമാക്കിൻ്റെ ഐലൻഡ് ഫേസ് 1 ലോഞ്ച് സമയത്ത് 10 മണിക്കൂർ കൊണ്ട് 10 ബില്യൺ സെയിലാണ് നടന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ടൗൺ ഹൗസിൻ്റെയും വില്ലാസിൻ്റെയും ഡിമാൻഡ് എത്രത്തോളം ഹൈ ആണെന്ന്. നമ്മുടെ ദമാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 6 ട്രോപ്പിക്കൽ ഐലൻഡ് തീമോടുകൂടിയാണ് ഇവർ കൊണ്ടുവരുന്നത്. 6 ട്രോപ്പിക്കൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ മാൽദീവ്സ്, ബൊറ ബൊറ, ഹവായ്, സീഷെൽസ്, ഫിജി, ഇങ്ങനെ 6 ട്രോപ്പിക്കൽ ഐലൻഡ് കൂടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവർ കൊണ്ടുവരുന്നത്? നമ്മളിപ്പോൾ ഒരു വെക്കേഷനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ബൊറ ബൊറ, മാൽദീവ്സിലൊക്കെ പോകുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഈ ഒരു ടൗൺ ഹൗസിൽ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരിക എന്നാണ് മെയിൻ ലക്ഷ്യം. അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റ് ആകും. ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഹൈ റെൻ്റൽ റിട്ടേണും കിട്ടുകയും ചെയ്യും. കാരണം ദുബായ് സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ടൈം റെൻറ്റിനും കിട്ടാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു ഐലൻഡ് തീം എന്ന് പറയുന്ന ഒരു ബേസിസിൽ വരുന്നത്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സ്പോർട്സ് സിറ്റിയിൽ എത്താൻ കഴിയും. അതുപോലെ തന്നെ 20 മിനിറ്റ്സ് കൊണ്ട് എക്സ്പോ സിറ്റി, 23 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്, 28 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഓൾഡ് എയർപോർട്ടിലും, അതുപോലെ തന്നെ 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് DIPയിലും എത്താൻ പറ്റും. കണക്ടിവിറ്റി ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താണുള്ളത്, ഫ്യൂച്ചറിൽ എന്താണ് ഡെവലപ്മെൻറ്റ്സ് വരുന്നത്, അടുത്ത് എന്താണുള്ളത്. നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇനി നിങ്ങൾക്കറിയാം ഓൾഡ് എയർപോർട്ടിലുള്ള എല്ലാ ഓപ്പറേഷൻസും ന്യൂ എയർപോർട്ടിൽ വരുന്നതോടുകൂടി പാസഞ്ചേഴ്സ് അതുപോലെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ആൾക്കാർ കൂടുതലും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഫുൾ ന്യൂ ദുബായ് ആയിരിക്കും. ദമാക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ബെനിഫിറ്റാണുള്ളത്? ഒന്നെന്ന് പറയുന്നത് ഹയസ്റ്റ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, നല്ലൊരു ROI കിട്ടും. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ ദുബായ് ലാൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലെസ് പ്രൈസ് സ്ക്വയർ ഫീറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു 4 ബെഡ്റൂം ടൗൺ ഹൗസിൽ. നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു റെൻ്റൽ ഇൻകം ഒരു 7 to 10% റെൻ്റൽ ഇൻകം നേടാൻ പറ്റും. നമ്പർ 4 എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഐലൻഡ് തീമോടുകൂടിയ ലൈഫ് സ്റ്റൈലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. ദുബായ് ലാൻഡ് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ മറ്റുള്ള കമ്മ്യൂണിറ്റീസിൽ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് പോകണം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അറേബ്യൻ റാഞ്ചസ് നോക്കുകയാണെങ്കിൽ 1700 എബോ വന്ന് അറേബ്യൻ റാഞ്ചസിൽ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് വന്നു. ഇനി നമുക്ക് നെഷാമ ടൗൺ സ്ക്വയർ നോക്കുകയാണെങ്കിൽ 1450 വരുന്നുണ്ട്. ഇനി മിറാവയസ് നോക്കുകയാണെങ്കിൽ 1650 എബോ വരുന്നുണ്ട്. ദുബായിൽ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് നിങ്ങൾക്ക് അഫോർഡബിൾ സെഗ്മെൻറ്റ് ദമാക്ക് ഐലൻഡ് മാത്രമാണ് 1250 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഇവിടെ കറണ്ട് റെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിന് റെൻറ്റ് നോക്കുകയാണെങ്കിൽ 240,000 to 280,000 ആണ് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിന് ഇപ്പോൾ റെൻറ്റ് പോകുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഒരു 2029 ആകുമ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു ഹൈ റെൻ്റൽ ഇൻകം നേടാൻ പറ്റും. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 10% റെൻ്റൽ ഇൻകമാണ് ഇപ്പോൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ. ദുബായ് ലാൻഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലെസ് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ദമാക്ക് ഐലൻഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. വെറും 1250 സ്ക്വയർ ഫീറ്റ്
1250 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇനി നിങ്ങൾ ഗോൾഡൻ വിസയാണ് നോക്കുന്നതെങ്കിൽ ദമാക്കയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ 2.75 മില്യൺ ദറംസിൻ്റെ 20% അടയ്ക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ക്യാഷ് അടയ്ക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ പേയ്മെൻറ്റ് പ്ലാനിലാണ് ഇത് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ പേയ്മെൻറ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ വെറും 75% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, 25% ഓൺ ഹാൻഡ് ഓവർ ആണ്. അതുപോലെ തന്നെ മന്ത്ലി 1% വെച്ച് മാത്രമേ ആകുന്നുള്ളൂ. ഇടയ്ക്കൊരു ബുള്ളറ്റ് പേയ്മെൻറ്റ്സ് ആണ്, 6 to 8% നമുക്ക് ബുള്ളറ്റ് പേയ്മെൻറ്റ് ആണ്. സോ ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ വിസയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ ആവാൻ പറ്റും. കാരണം 20 അടയ്ക്കുന്നതോടെ നമുക്ക് ഗോൾഡൻ വിസയും കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊരു അപ്രിസിയേഷൻ നേടാൻ പറ്റും. സോ ഇതുപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി EOIസും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000 എബോ EOIസ് വന്നിട്ടുണ്ട്. കാരണം അന്ന് ഐലൻഡ് ഫേസ് 1 ലോഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മിസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പം ഫേസ് 2 നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ മിസ് ചെയ്യേണ്ട. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫുള്ള് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. സോ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുതരാം. അതുപോലെ തന്നെ ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.